മായ ബാല ബ്ലോഗ്സിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ, വെറും 250 രൂപ മാത്രം മുടക്കിയാൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് വീട്ടിൽ ഒരു വർഷത്തേക്കുള്ളത് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുമാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മായ ബാല ബ്ലോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എല്ലാ ക്ലീനിങ് ജോലികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ ലിക്വിഡ് സോപ്പ് പോലെ തന്നെയായിരിക്കും ഇതിൻ്റെയും ഒരു ഉപയോഗം. എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നും വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ടൊരു ബക്കറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു പഴകിയ ബക്കറ്റ് ആയാലും മതി, പുതിയ ബക്കറ്റ് വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അതിനകത്തൊരു 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 3 ലിറ്റർ വെള്ളം. അപ്പോൾ നമുക്ക് 10 ലിറ്ററോളം ഈ ഒരു ലിക്വിഡ് സോപ്പ് നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കിറ്റൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും ആദ്യം ഞാൻ ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ, അതായത് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനുള്ള കിറ്റ് നമുക്ക് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു 10 ലിറ്റർ ലിക്വിഡ് സോപ്പിന് വേണ്ട അഥവാ ഡിഷ് വാഷ് ലിക്വിഡിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം വേണ്ടത് നമുക്ക് കാസ്റ്റിക് സോഡയാണ്. ഇത് കാസ്റ്റിക് സോഡയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 200 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇതാണ് സ്ലറി എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമുക്ക് കുപ്പിയിലാണ് കിട്ടുന്നത്. അത് നമുക്ക് 1 ലിറ്റർ കുപ്പിക്കകത്താണ് ഇങ്ങനെ കിട്ടുന്നത്. ഏകദേശം ഒരു കിലോ എന്ന് പറയാം. നമുക്ക് ആ വെയിറ്റ് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അത് പറയേണ്ടത്. അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ഇതാണ് നമുക്ക് ഇതൊരു 200 ഗ്രാമാണ് വേണ്ടത്. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ഈ ഒരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെർഫ്യൂമാണ് നമുക്ക് ഇഷ്ടമുള്ള ലെമണിൻ്റെ പലതരത്തിലുള്ള ഫ്ലേവറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ എന്താ പറയുന്നത് പെർഫ്യൂം എന്ന് പറയുന്നത്. അത് 10 ml ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയത്. നമ്മൾ ആ 3 ലിറ്റർ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ആദ്യം ഇടേണ്ട കാസ്റ്റിക് സോഡയാണേ. കാസ്റ്റിക് സോഡ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അതായത് ഒരു ഉപ്പ് പരൽ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാസ്റ്റിക് സോഡ. അത് ഈ വെള്ളത്തിലോട്ട് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇടുമ്പം കുറച്ച് മാറി നിന്ന് വേണം ഒക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ മൂക്കിൻ്റെ അടുപ്പിച്ചൊന്നും ചെയ്ത് മാസ്ക് ധരിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കമ്പ് വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി 6 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കണം. നന്നായി ഇളക്കി കൊടുക്കണേ. പ്ലാസ്റ്റിക് സോഡ ഇടുമ്പോൾ നല്ല ചൂടായിരിക്കും വെള്ളത്തിന്. ഇതൊന്ന് ആറി വരണം. ഏകദേശം ഒരു 6 മണിക്കൂർ വരെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇത്. പ്ലാസ്റ്റിക് സോഡയൊക്കെ ഇട്ട് 6 മണിക്കൂർ വെച്ചിട്ടുള്ള ഒരു വെള്ളമാണ്. അതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ വേറൊരു ബക്കറ്റിൽ ഒരു 8 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത്, ലിക്വിഡ് സോപ്പിൻ്റെ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം 8 ലിറ്റർ വെള്ളമാണ് ഈ ബക്കറ്റിലോട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കുപ്പിയിലിരിക്കുന്ന ഈ സ്ലറി നമുക്ക് ഈ ബക്കറ്റിലോട്ട് ഒഴിച്ച് ഒരു കമ്പ് കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് മുഴുവനും ഞാൻ ഈ കുപ്പിയിലെ സ്ലറി ഈ വെള്ളത്തിലോട്ട് മുഴുവനും ഒഴിക്കുവാണേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഒരു വർഷത്തിന് മുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് മുഴുവൻ ഇതിനകത്ത് ഒഴിക്കുവാണേ. ഞാനത് മുഴുവൻ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കമ്പ് വെച്ചിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ തടിയോ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ ഒരു പതയൊക്കെ വരുന്നുണ്ട്. ഇതൊരു നല്ല രീതിയിൽ തന്നെ അത് ആ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന പറഞ്ഞതൊരു 2 മിനിറ്റെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കാസ്റ്റിക് സോഡയുടെ വെള്ളം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം. ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു 3 ലിറ്റർ ആയിരുന്നു നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. ഇതിപ്പോൾ 8 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ 1 ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല പാകത്തിനുള്ള ഒരു ലിക്വിഡ് സോപ്പായിരിക്കും കിട്ടുന്നത്. ഇവിടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു മിക്സ് ചെയ്താണ് നല്ല രീതിയിൽ വേണ്ടത്. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 5 മിനിറ്റ് ഇങ്ങനെ തന്നെ തുടർച്ചയായിട്ട് നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം.
ഇനി നമ്മുടെ കിറ്റിലിരിക്കുന്ന വെള്ളപ്പൊടി ഉണ്ടല്ലോ, അത് സോഡിയം സൾഫേറ്റ് ആണ്. അത് ഈ ഒരു വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സോഡിയം സൾഫേറ്റും കൂടെ ഇതിനകത്തോട്ട് ഇടാം. ഇനി നമ്മുടെ ആ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന കളർ ഉണ്ടല്ലോ, ആ കളർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഈ കളറാണ് നമ്മൾ ചേർക്കുന്നത്. ഈ കളർ കുറച്ച് കഴിയുമ്പോഴത്തേനും വേറൊരു കളറായിട്ട് രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്തോട്ട് ഈ കളർ ചേർത്തു. നമ്മുടെ ആ കിറ്റിലുണ്ടായിരുന്ന പെർഫ്യൂമാണ് ഒഴിക്കാൻ പോകുന്നത്. വളരെ നല്ല വെറൈറ്റി സ്മെല്ലിലുള്ള പെർഫ്യൂം നമ്മൾ ഒഴിക്കുവാണേ. ആ പെർഫ്യൂം കൂടി ഇതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ കളർ ചേർത്തു, പെർഫ്യൂം ചേർത്തു, ആ സോഡിയം സൾഫേറ്റ്, ആ വെള്ളപ്പൊടി അതും ചേർത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് പല ഫ്ലേവറിലുള്ള ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റും, നല്ല മണമൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ കിറ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതും നല്ലൊരു ഫ്ലേവറാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി മാറി വരുന്നത് കണ്ടോ. നമ്മളിപ്പം ഓറഞ്ച് പോലത്തെ കളർ ചേർത്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ കളർ ഇനിയും മാറി മാറി വരും. ഇതാ ഇപ്പം നമ്മുടെ ലിക്വിഡ് സോപ്പ് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതുപോലൊരു വലിയൊരു ജാറിലോട്ട് എടുത്ത് വെക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം ചെറിയ ചെറിയ കുപ്പിയിലോട്ട് മാറ്റി വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെറിയ കുപ്പിയിലോട്ട് മാറ്റാം. നമുക്ക് ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഇതുപോലെ കാണുമല്ലോ, ലിക്വിഡ് സോപ്പ് വാങ്ങിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അതിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കുപ്പികളിലോട്ടെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെക്കുകയാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ ലിക്വിഡ് സോപ്പ് തന്നെ, അതായത് ഡിഷ് വാഷ് ലിക്വിഡ് പോലെ തന്നെയാണ് നമുക്ക് ഇതും ലഭിക്കുക. അപ്പോൾ നമുക്ക് 250 രൂപ കൊടുത്താൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഇതുപോലുള്ള ലിക്വിഡ് സോപ്പുകൾ ഉണ്ടാക്കി വയ്ക്കാം. ഇതെല്ലാ ക്ലീനിങ് പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ നമുക്ക് ഒരു വർഷം 6000 രൂപ വരെ ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ല ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും ഈ ഒരു കിറ്റ് വാങ്ങിച്ച് ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.